പോയപ്പോൾ എനിക്ക് മാത്രം നെഗറ്റീവാണ് പോയത്. എല്ലാം സത്യമായിട്ടും അതെല്ലാം ചെയ്തതാണ്. അതിന് മുമ്പായിട്ട് തന്നെ എന്താ പറയുക, സസ്പെൻഷനോ എന്തൊക്കെയോ. ഞാൻ ചെന്നൈയിലാണ് വർക്ക് ചെയ്യുന്നത്. എന്നെ എല്ലാ ദിവസവും വിളിച്ചിട്ട് അവൾ കരഞ്ഞിട്ട് ഈ കാര്യം പറയും. എന്നിട്ട് അതിനകത്തൊരു പെണ്ണുണ്ട് അലീന എന്ന് പറഞ്ഞിട്ട്, അവളിവിടെ തല്ലാൻ വേണ്ടി ഓങ്ങി. അവൾക്ക് നല്ല സൈസ്, അമ്മ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക, വളരെ കുഞ്ഞായിട്ട് വലിയ സൈസൊന്നും ഇല്ലാത്തതാണ്. അതിന് അവൾ തല്ലാൻ വേണ്ടി ഓങ്ങി അവൾ പേടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് പല പ്രാവശ്യം. അപ്പം അതിൻ്റെ ഇടയിൽ അറിയില്ല. എനിക്കിപ്പോൾ നല്ല പേടിയുണ്ട്. അമ്മ പേടിച്ചാണ് കഴിഞ്ഞ ദിവസം സംസാരിച്ചത്. അങ്ങനെയാണ് ഞാൻ കഴിഞ്ഞ ദിവസം അവൾക്ക് ടൂർ എന്താണ് അടുത്ത ആഴ്ച എന്ന് പറഞ്ഞത്. അപ്പോൾ ഒരു കാര്യം ചെയ്ത് ചെന്നൈയിലോട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് ഞാൻ ടിക്കറ്റും ടിക്കറ്റ് എല്ലാം ബുക്ക് ചെയ്ത് ഇങ്ങോട്ട് കൊണ്ടുവരാൻ വേണ്ടി തുടങ്ങിയത് അമ്മുവിന് നോക്കിയാക്കാൻ. അതിനു മുമ്പാണ് ഞാൻ അറിയുന്നത് അമ്മു വന്ന് വീണു. ആദ്യം പറഞ്ഞ് വീണെന്ന്. പിന്നെ തിരക്കി വന്നപ്പോഴേക്കും ആംബുലൻസിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു. ആംബുലൻസിൽ ഒന്നുമില്ല. നമ്മൾ സാധാ ഒരു സ്ഥലത്ത് പോവുകയാണെങ്കിൽ എന്താ ചെയ്യുന്നത്, മിനിമം ഒരു ഓക്സിജൻ മാസ്കോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും കാണും. ഇത് ഒന്നുമില്ലാത്ത ഒരു ആംബുലൻസും. അതിൻ്റെ ഇടയിൽ അവർ ഇന്നലെയും കൂടെ എൻ്റെ അടുത്ത് പിന്നെയും പറഞ്ഞു, ശ്രീകാര്യം വരെ അവൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണെന്ന്. അച്ഛനെ ചോദിച്ചു. അച്ഛനും അമ്മയും പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മുനെ തോടുന്ന സമയത്ത് നമ്മൾ തണുത്തിട്ടിരിക്കുകയാണ്. 15 മിനിറ്റ് 20 മിനിറ്റ് അങ്ങനെ തണുക്കുമോ. ഇവരെല്ലാം കൂടെ കൊന്നതാണ്. കോളേജും അവരും പിള്ളേരും എല്ലാവരും കൂടെ ഇത് മനഃപൂർവ്വം കെട്ടിയടയ്ക്കാൻ നോക്കുന്നതാണ്. അമ്മുവിന് ഇത് മുമ്പ് തന്നെ എന്തോ അമ്മുവിൻ്റെ അവരുടെ അറിയാം ലോഗ് ബുക്കോ എന്തോ പോയി. അത് ഇവളാന്ന് പറഞ്ഞിട്ട് ഇവരെല്ലാം കൂടെ റൂമിൽ തള്ളിക്കയറി വന്നിട്ടുള്ളൊരു സിറ്റുവേഷൻ പറഞ്ഞു. അതിന് മുമ്പ് വേറെ എന്തോ ഒരു സിറ്റുവേഷൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇതിനൊക്കെ വെച്ചിട്ട് ആദ്യം നമ്മൾ കംപ്ലയിൻറ്റ് അച്ഛൻ രജിസ്റ്റർ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ മെയിൽ ചെയ്തായിരുന്നു. ഇതിനൊക്കെ ഇനി സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇനിയും ഇതായിട്ട് ലീഗലായിട്ട് പോകുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ ചെയ്തിട്ടും പിന്നെ അഹങ്കാരം കൂടെ ഇന്ന് പിന്നെ കൂടെ പഠിക്കുന്ന പിന്നെ അത് കഴിഞ്ഞ് വേറൊരു സംഭവം കൂടെ ഉണ്ട്. ഇതെല്ലാം തുടങ്ങുന്ന ഇവർ സിനിമയ്ക്ക് പോകാൻ ഗ്രൂപ്പായിട്ട് പോയപ്പോൾ അമ്മ പോയില്ല. അവിടെ നിന്ന് എന്തോ പ്രശ്നം തുടങ്ങിയതെന്നാണ്. അത് അമ്മയ്ക്കൊക്കെ അറിയും. പിന്നെ മറ്റേ പൈസയുടെ കാര്യം ഇവർക്ക് കോളേജുകാരറിയാതെ അല്ലെ ബാക്കിയുള്ള ഈ പിള്ളേരെല്ലാം കൂടെ കാണിച്ച അഹങ്കാരം വേറെയുണ്ട്. ഇവളും ഈ പറഞ്ഞ ഗ്രൂപ്പിനകത്ത് ഉള്ള പെൺപിള്ളേർ കാരണം തന്നെയാണ് അമ്മ മരിച്ചിരിക്കുന്നത്. എനിക്ക് ഉറപ്പാണ്. എനിക്കറിയാവുന്നത് അലീന എന്നൊരു കുട്ടിയുണ്ട്, അലീന ദിലീപ്, പിന്നെ ആഷി, പിന്നെ അങ്ങനെ അൻസു, അങ്ങനെ എന്തൊക്കെയോ പേരാണ്. ഈ 3 പേരെ അമ്മ എപ്പോഴും പറയുന്നുണ്ട്. അതിനകത്ത് ഈ പറഞ്ഞ അലീനയുടെ പേരാണ്. അലീന എന്ന് പറയുന്നത് അടിക്കാൻ വന്നത്, നല്ല സൈസുള്ളൊരു പെണ്ണ്, അടിക്കാൻ വരെ വന്നിട്ടുണ്ടെന്ന് പറയുക. അവൾ പേടിച്ച് പോയി ബാക്ക് ഇറങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞു. ഇതെല്ലാം ശ്രദ്ധിക്കപ്പെട്ടത്. അതിൻ്റെ ഇടയിലാണ് ഇന്നലെ അവരുടെ പ്രിൻസിപ്പൾ പറഞ്ഞത് ബുധനാഴ്ച എന്താ പറയുക, ബുധനാഴ്ച ഇങ്ങനെ ഉണ്ടായിരുന്നില്ല, ഇങ്ങനെ സംഭവിക്കില്ല. എന്ത് സംഭവിക്കുക? അപ്പോൾ അവർക്ക് തന്നെ അറിയാം എന്തോ സംഭവിച്ചിട്ടുണ്ടെന്ന്. എനിക്കത് ഇന്നലത്തെ ഇതിനകത്ത് ഞാൻ കണ്ടതാണ്. അവർ പറയും ബുധനാഴ്ച ഇങ്ങനെയൊന്നും സംഭവിക്കുക, എന്ത് സംഭവിക്കുക? അപ്പോൾ ഇവർക്ക് അറിയില്ലേ എന്താ സംഭവിച്ചിരിക്കുന്നതെന്ന്. എനിക്കത് അറിയണം. ഞാൻ എന്തായാലും ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇവിടെ ഞാൻ നിൽക്കുന്നത് ഇത് കഴിഞ്ഞിട്ട് ഞാൻ പോവുള്ളൂ, ഏതറ്റം വരെ. ഇവളിപ്പോൾ അമ്മുവിനെ ഇവരെല്ലാവരും കൂടെ ഗ്രൂപ്പായിട്ട് റാഗ് ചെയ്യുകയും ഹരാസ് ചെയ്യുകയും ചെയ്തു. റൂമിനകത്ത് തള്ളിക്കയറാൻ വന്നു. ഇതിനൊക്കെ മുമ്പുള്ള സംഭവമായിരുന്നു. ഇവർ മെഡിക്കൽ ക്യാമ്പിന് പോകാൻ പോയപ്പോഴേക്കും എന്താ പൈസ അങ്ങോട്ടും ഇങ്ങോട്ടും ടാലി ചെയ്ത് വെച്ചിട്ട് എന്താ പറയുക, എത്ര 88,000 എന്തോ പൈസ എന്തോ ഉണ്ടായിരുന്നു. അതിനകത്തും എന്താ പറയുക, ഈ പൈസ എടുത്ത് ടൂറിന് കൊടുക്കാന്ന് പറഞ്ഞാൽ 50,000 രൂപ എടുത്തിട്ട് ബാക്കി 38,000 രൂപ ഈ പിള്ളേർ ഈ പറഞ്ഞ 4 സ്പോൺസർഷിപ്പാന്ന് പറഞ്ഞിട്ട് ആ 38,000 രൂപ ഇവർ ടീച്ചർമാർക്ക് അറിയില്ല, കോളേജുകാർക്ക് അറിയില്ല. അപ്പോൾ ബാക്കി 50,000 രൂപ അമ്മുവിന് കൊടുക്കുന്നു. അങ്ങനെ എന്തോ പറയുന്നുണ്ട്. ഈ പൈസയുടെ കാര്യം പുറത്തറിയാൻ പാടില്ല. അതിനിടയിൽ ഈ ചില പേര് ഞാൻ പറയില്ല, അതിനകത്തുള്ള ചില കുട്ടികൾ പൈസക്ക് വേറെ കുറേ ഈ പൈസയൊക്കെ തന്നെ ഇവർക്ക് കിട്ടുന്നതെന്നുള്ള കാര്യം അമ്മൂനറിയാം. ഇപ്പം അമ്മൂന് ഈ കാര്യം എല്ലാം അറിഞ്ഞു വെച്ചിട്ട് എന്തെങ്കിലും പുറത്തറിയുമെന്ന് മേടിക്കാൻ വേണ്ടിയായിരിക്കും. കാരണം അമ്മു എന്ന് പറയുന്നത് ഒരിക്കലും എൻ്റെ വീടിൻ്റെ മേലുള്ള ഈ ഹൈറ്റ് പോലും കയറാൻ പേടിയുള്ള കൊച്ചത്. അത്ര ഇതിൽ അതിൻ്റെ മണ്ടേ കയറുമെന്ന് എങ്ങനെ എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല. പിന്നെ ഫസ്റ്റ് പോയ അമ്മുവിനെ ഞാൻ ഇന്നലെ കണ്ടതാണ്. ഇൻക്വസ്റ്റിന് മുമ്പ് കാലൊടിഞ്ഞ് തൂങ്ങിയിരിക്കുക. അതിനകത്ത് ഒരു ഫസ്റ്റ് എയ്ഡ് പോലും കൊടുക്കാതെ ഇതാക്കിയില്ലേ. മനഃപൂർവ്വം കൊല്ലാൻ ഇതാക്കുകയാണെങ്കിൽ ഇത് ഒറ്റയ്ക്ക് അമ്മുവിനെ വേദനിപ്പിച്ചാ മരിച്ചത്. അതാലോചിച്ച് നോക്ക്. അവിടുന്ന് ഇവിടെ വരാം ഈ പെയിനും വെച്ചോണ്ട് ആ കൊച്ചു പിടിച്ചു നിന്നെങ്കിൽ. അതിനിടെ ഞാൻ വിളിച്ചായിരുന്നു. അതിനിടെ നമ്മളിതായിട്ട് അവിടുത്തെ ടീച്ചർ ലിഡോ ഏതൊരു ടീച്ചറിനെ ആദ്യം വിളിച്ചപ്പോൾ ടീച്ചർ പറഞ്ഞു ഒരു കുഴപ്പം സംസാരിക്കുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല എന്ന്. എന്നിട്ട് കുറച്ച് കഴിഞ്ഞ് വിളിച്ചിട്ട് പറയുക ഇങ്ങനെ പേടിച്ച് എൻ്റെ ഫ്രണ്ട് ഉണ്ട് ആജി എന്ന് പറഞ്ഞിട്ട് അവനാണ് അത് കഴിഞ്ഞിട്ട് വിളിച്ചത്. അതിനെക്കടി ഇതായിട്ട് പിന്നെ ഇതായിട്ടുള്ളത്. പിന്നെ
അവിടെയുള്ള എന്തൊക്കെയോ അവിടെയുള്ള വാർഡന്മാർക്കും ടീച്ചർമാർക്കും എല്ലാവർക്കും അറിയാം. പ്രിൻസിപ്പൽ ഇന്നലെ പറഞ്ഞ ആ ഒരു ഒറ്റ സ്റ്റേറ്റ്മെൻറ്റാണ് എനിക്ക് തന്നെ പേടി വന്നത്. എനിക്ക് തന്നെ വിശ്വാസം, എനിക്ക് അയാളെ പോലെ എനിക്ക് എന്താ പറയുക, ഇതിനും ഡൗട്ടില്ല. എന്ന് വെച്ചാൽ ഇന്നലെ പറഞ്ഞത് ബുധനാഴ്ച ഇത് നടക്കത്തില്ല, ഇന്ന സംഭവം നടക്കത്തില്ല എന്നോ എന്തോ പറഞ്ഞു. എന്ത് സംഭവം? ഇവർക്ക് അറിഞ്ഞിട്ട് ഇവർ ഒതുക്കി വയ്ക്കുന്നതല്ലേ ഇത്. 100% അമ്മു ചെയ്യില്ല. കാരണം അമ്മുവിന് എന്തെങ്കിലും ഒരു വിഷമം വന്നാൽ പോലും എന്നെ ആദ്യം വിളിക്കും. അച്ഛനമ്മയെ വിളിക്കുമ്പോൾ എന്നെ വിളിക്കുന്നതാണ്. ഞാൻ സംസാരിക്കും, എടാ ഇങ്ങനെയാണ്, കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുമ്പോൾ ഒരിക്കൽ പോലും അമ്മു അങ്ങനെ ചിന്തിക്കുന്ന പോലത്തെ ഒരു കുട്ടിയല്ല. ചിന്തിക്കത്തുമില്ല. പാവമാണ്, ബോൾഡാണ്. ഈ സാധനം ചിന്തിക്കില്ല. എനിക്ക് ഇന്ന് മുതൽ 22 വർഷം ജനിച്ച് അന്ന് എൻ്റെ കയ്യിൽ, അച്ഛന് മുമ്പ് എൻ്റെ കൈ തന്ന കുഞ്ഞാ. ഞാനാ ഇതാക്കിയത്. ചെയ്തിട്ടില്ല, ഉറപ്പാണ് ഇത് ആത്മഹത്യ അല്ല.